പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഒഴിഞ്ഞുപോക്കിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഉദ്യോഗസ്ഥർ സ്വയം പിരിഞ്ഞുപോയതെന്നാണ് മന്ത്രി പറയുന്നത്. രാത്രി 12 മണി വരെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നതാണ് തന്റെ രീതിയെന്നും അത്രയും നേരം തുടരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചതെന്നും ആണ് മന്ത്രിയുടെ വിശദീകരണം. ഇക്കാര്യത്തിലുള്ളത് ദേവൻ MP ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അതിനു മുമ്പ് മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഞാൻ രാത്രി 12 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകാറ്. അത്രയും സമയം ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലർക്കുണ്ട്. അതുകൊണ്ട് അവർ ഒഴിഞ്ഞു പോയി സ്വയം. അത്രയേ ഉള്ളൂ. ആശയദാരിദ്ര്യം എല്ലാവരും ബാധിച്ചിട്ടുണ്ട് UDF സർക്കാർ വന്നതിന് ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് അവസാനത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ജോലിയെടുക്കാൻ പ്രയാസമുള്ളവർ സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞു പോകും, പുതിയ ആൾക്കാരെ വയ്ക്കും. ദേവൻ MP വിവരങ്ങളുമായി ചേരുകയാണ്. ദേവനിലേക്കാണ്. ദേവൻ, എന്തായാലും ഏറ്റവും ആദ്യം ഈ നിയമനം നടത്തിയ ആളാണ് ആരോഗ്യമന്ത്രി. അതിന് പിന്നാലെ ആദ്യം തന്നെ അവിടെ നിന്നും സ്റ്റാഫുകൾ കൊഴിഞ്ഞു പോകുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതിലാണ് ഇന്നിപ്പോൾ മന്ത്രിയുടെ ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം സമയം ജോലി ചെയ്യാൻ വയ്യാത്ത ആളുകളാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. ആ വിശദീകരണം നമുക്ക് തൃപ്തികരമാണോ? എന്താണ് മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? സ്വാതി, തീർച്ചയായും മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അങ്ങനെയാണെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം മറിച്ചെന്നാണ് പ്രത്യേകിച്ചും ഈ സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്കിടയിലും സംസാരമെന്ന് പറയുന്നത്. കെ മുരളീധരൻ, ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയതുപോലെ തന്നെ പലപ്പോഴും ഓഫീസിലെ പ്രവർത്തന സമയം രാവിലെ മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പല ജീവനക്കാരും ഈ സ്റ്റാഫ് അംഗങ്ങൾ പലരും ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളായിട്ടുള്ള അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയും ഒപ്പം തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഇത്തരത്തിൽ ഈ 1.5 മാസത്തിനിടയിൽ തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അവരുമായി വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ മൂലമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അധിക ജോലി സമ്മർദ്ദമാണ് രാജിക്ക് പിന്നിലെന്ന് അവരെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മന്ത്രിയുടെ ഓഫീസിനെ പിൻപറ്റിക്കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പല വിധത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും പല നിയമനങ്ങളിലും ഈ ഡോക്ടർമാർക്കിടയിലും ഉദ്യോഗസ്ഥർക്കിടയിലുമുള്ള ആശയക്കുഴപ്പം, ഏകോപനമില്ലായ്മയെല്ലാം തന്നെ വലിയ ആരോപണമായി ഉയർന്നു വരുന്നുമുണ്ട്. അത്തരത്തിൽ തന്നെയാണ് മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫ് അംഗങ്ങളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ മുഹമ്മദ് റിയാസ് തന്നെ സഭയിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടുമുണ്ടായിരുന്നു. മന്ത്രിയുടെ ഓഫീസിലെ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് പോലെ ആരോഗ്യവകുപ്പിലെ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ആരോപണം സഭയിൽ തന്നെ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഓഫീസിലെ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തന്നെയാണ് ഈ സ്റ്റാഫ് അംഗങ്ങൾക്കിടയിലെ ഈ രാജി കൊണ്ടും സൂചിപ്പിക്കുന്നത്. അവിടെ ചില വ്യക്തികൾ ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥർക്ക് മേൽ ഒരു അപ്രമാദിത്യം കാണിക്കുന്നു. പല സീനിയർ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന പോലെ സെക്രട്ടേറിയറ്റിൽ നിന്നെല്ലാം തന്നെ ഡെപ്യൂട്ടേഷനിലേക്കാണ് മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളായി ഇവരെല്ലാം തന്നെ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന സീനിയോറിറ്റി ഒന്നും തന്നെ വകവയ്ക്കാതെ മന്ത്രിയുടെ കൂടെയുള്ള ചില വ്യക്തികൾ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരോട് ഒരു അപ്രമാദിത്വ പരമായി പെരുമാറുന്നു. അക്കാര്യത്തിൽ ചില എതിർപ്പുകൾ ഈ പറയുന്ന പോലെ സ്റ്റാഫ് അംഗങ്ങൾക്കുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ രാജിയെന്നാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിലേതായാലും ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നൽകിയിരുന്ന വിശദീകരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ രാത്രി 12 മണി വരെ നീളുന്ന പ്രവർത്തനമാണ് തന്റെ ഓഫീസിൻ്റേത്. താനും പലപ്പോഴും സെക്രട്ടേറിയറ്റിൽ നിന്നും 12 മണിയാകും രാത്രി വീട്ടിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെ അത്തരം ദൈർഘ്യമേറിയ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ തന്നെ പോകും. അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ തന്റെ ഓഫീസിലേക്ക് സ്റ്റാഫ് അംഗങ്ങളായി എത്തും എന്നുള്ളൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ വിശദീകരിക്കുന്നത്.